മേഘങ്ങളാണിന്ന് പഠിക്കാൻ പോകുന്നത്. ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇരുണ്ട ചാരനിറം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മഴമേഘങ്ങളാണ്. അത് നിംബസ് മേഘങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ്. നേർത്ത തൂവൽ കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ്. അത് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിലാണ്, വളരെ ഉയരങ്ങളിലാണ്. നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ്. ഇരുണ്ട ചാരനിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ്. അത് ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്താണ്, കൂടിയ സാന്ദ്രതയിലാണ് കാണപ്പെടുന്നത്. സിറസ് ആണെങ്കിൽ തൂവൽ കെട്ടുകൾ പോലെയാണ് കാണപ്പെടുന്നത്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ കാണപ്പെടുന്നു. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം സിറസ്. നമ്മളിവിടെ പറഞ്ഞു തൂവൽ കെട്ടുകൾ, നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം, വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘമാണ് സിറസ്. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘവും സിറസ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ എന്ന് പറയുന്നത്. മേഘങ്ങൾ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയായതിനാലാണ്. മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയായതിനാലാണ് മേഘങ്ങൾ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കാനുള്ള കാരണം. ഇനി ഈ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യൂമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ. ഇതിൽ നിംബസും സിറസും നമ്മൾ പറഞ്ഞു. നിംബസ് എന്ന് വെച്ചാൽ എന്താ? ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇനി തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ തൂവൽ കെട്ടുകൾ പോലെ അല്ലെങ്കിൽ പക്ഷികളുടെ തൂവൽ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ സിറസ് മേഘങ്ങൾ. ഇനി സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വെച്ചാൽ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങൾ അതാണ് നിംബസ് മേഘങ്ങൾ. ഇരുണ്ട ചാരനിറത്തിൽ കാണപ്പെടുന്ന കൂടിയ സാന്ദ്രതയോടുകൂടിയ ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കിടക്കുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ജലകണികകൾ സാന്ദ്രമായതിനാൽ നിംബസ് മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. സാന്ദ്രത കൂടുതലാണ്, അപ്പോൾ ജലകണികകൾ കൂടുതൽ സാന്ദ്രതയുള്ളതിനാൽ നിംബസ് മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടുന്നില്ല, അങ്ങനെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഈ മേഘങ്ങൾ താഴേക്ക് പതിക്കാതിരിക്കാനുള്ള കാരണം എന്താ? മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയായതിനാലാണ്. ഇനി മേഘങ്ങൾ എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള നേർത്ത പൊടിപടലങ്ങളെ അതിനെ കേന്ദ്രീകരിച്ചിട്ട് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അങ്ങനെയുള്ള 4 മേഘങ്ങളാണ് സിറസ് മേഘം, സ്ട്രാറ്റസ് മേഘം, ക്യൂമുലസ് മേഘം, നിംബസ് മേഘം. അപ്പോൾ സിറസ് മേഘം എന്ന് വെച്ചാൽ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വെച്ചാൽ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഇനി ക്യൂമുലസ് മേഘങ്ങൾ. ക്യൂമുലസ് മേഘങ്ങൾ ഉണ്ടാകുന്നത് ഉയർന്ന സംവഹന പ്രവാഹഫലമായിട്ടാണ്. ഉയർന്ന സംവഹന പ്രവാഹഫലമായി രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ എന്ന് വെച്ചാൽ താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ.
ഇനി ക്യൂമുലസ് നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണപ്പെടുന്നതാണ് ക്യൂമുലോ നിംബസ് എന്നറിയപ്പെടുന്നത്. ക്യൂമുലസ് മേഘങ്ങൾ എന്ന് വെച്ചാൽ ഉയർന്ന സംവഹന പ്രവാഹബലമായിട്ട് രൂപം കൊള്ളുന്നവയാണ്. നിംബസ് മേഘങ്ങൾ എന്ന് വെച്ചാൽ മഴമേഘങ്ങളാണ് ഇരുണ്ട ചാരനിറത്തിലുള്ളത്. അപ്പോൾ ഈ ക്യൂമുലസ് നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യൂമുലോ നിംബസ് മേഘങ്ങൾ. ഇനി ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ, അതായത് ഹൈ ക്ലൗഡ്സ് എന്ന് പറയും. ഒരു 20,000 മുതൽ 40,000 ഫീറ്റ് വരെ അതിന് ഉയരത്തിലാണ് കാണപ്പെടുന്നത്. വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങളാണ് ഹൈ ക്ലൗഡ്സ്. 20,000 മുതൽ 40,000 വരെ ഫീറ്റ് ഉയരത്തിലാണ്. ഇനി മധ്യമേഘങ്ങൾ, മീഡിയം ക്ലൗഡ്സ്, അത് 7,000 മുതൽ 20,000 ഫീറ്റ് വരെ ഉയരത്തിലാണ്. മധ്യമേഘങ്ങൾ 7,000 മുതൽ 20,000 ഫീറ്റ് വരെ ഉയരത്തിലാണ്. ഇനി താഴ്ന്ന മേഘങ്ങൾ ലോ ക്ലൗഡ്സ്, അത് ലെസ് ദാൻ 7,000 ഫീറ്റ് ആണ്. താഴ്ന്ന മേഘങ്ങൾ കാണപ്പെടുന്നത് ലെസ് ദാൻ 7,000 ഫീറ്റ് ആണ്. ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങളുണ്ട്. അത് 2,000 മുതൽ 30,000 ഫീറ്റ് വരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ, വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങളുണ്ട്, അതുകൂടാതെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങളുണ്ട്. ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ്, അത് 2,000 മുതൽ 30,000 ഫീറ്റ് വരെയാണ്. അപ്പോൾ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലും മേഘങ്ങളെ തിരിച്ചിട്ടുണ്ട്. അതാണ് വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ ഹൈ ക്ലൗഡ്സ് 20,000 to 40,000 ഫീറ്റ്. മധ്യമേഘങ്ങൾ മീഡിയം ക്ലൗഡ് 7,000 to 20,000 ഫീറ്റ്. പിന്നെ താഴ്ന്ന മേഘങ്ങൾ ലോ ക്ലൗഡ്സ് ലെസ് ദാൻ 7,000. പിന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ, അതാണ് ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ് 2,000 to 30,000 ഫീറ്റ്. ഇനി അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിലെ ജലം സൂര്യതാപത്താൽ ബാഷ്പമായിട്ട് മുകളിലേക്ക് ഉയർന്ന് ക്യൂമുലസ് മേഘങ്ങൾ ഉണ്ടാവുന്നു. സംവഹന പ്രവാഹബലമായിട്ടാണല്ലോ ക്യൂമുലസ് മേഘങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിലെ ജലം സൂര്യതാപത്താൽ ബാഷ്പമായിട്ട് മുകളിലേക്ക് ഉയർന്ന് ക്യൂമുലസ് മേഘങ്ങൾ ഉണ്ടാകുന്നു. അവ ഘനീഭവിച്ച് മഴ ഉണ്ടാകുന്നു. ആ മഴ അറിയപ്പെടുന്നതാണ് ഉച്ചലിത വൃഷ്ടി. അത് 4 o'clock റെയിൻ എന്നറിയപ്പെടുന്നത്. ഉച്ചലിത വൃഷ്ടി അല്ലെങ്കിൽ 4 o'clock റെയിൻ, അത് ഈ ക്യൂമുലസ് മേഘങ്ങൾ ഉണ്ടായിട്ട് അവ ഘനീഭവിച്ചുണ്ടാകുന്ന മഴയാണ്. ഉഷ്ണമേഖലയിൽ സാധാരണ അനുഭവപ്പെടുന്ന ഉഷ്ണകാല പ്രതിഭാസമാണ് സംവഹന മഴ. അപ്പോൾ ഉഷ്ണമേഖലയിൽ സാധാരണ കാണപ്പെടുന്ന ഒരു ഉഷ്ണകാല പ്രതിഭാസം, അതാണ് സംവഹന മഴ. സംവഹന മഴയുടെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ്. സാധാരണയായിട്ട് ഉച്ച കഴിഞ്ഞാണ് ഉണ്ടാകുന്നത്. അധിക നേരമൊന്നും നീണ്ടു നിൽക്കില്ല. ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ് സംവഹന മഴ. ഉഷ്ണമേഖലയിൽ സാധാരണ അനുഭവപ്പെടുന്ന ഒരു ഉഷ്ണകാല പ്രതിഭാസമാണ് സംവഹന മഴ. അതിൻ്റെ പ്രത്യേകത ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ. സാധാരണയായിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അധിക നേരം നീണ്ടു നിൽക്കില്ല. പിന്നെ ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ്. അപ്പോൾ ഇത്രയാണുള്ളത്.